എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. അജ്ഞാനാന്തതയാകെയകറ്റും വിജ്ഞാന കതിർ വീശും. വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ അറിഞ്ഞതും അനുഭവിക്കുന്നതുമായ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നമ്മൾ അറിഞ്ഞ യേശുവിനെയും യേശുവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെയും പങ്കുവയ്ക്കണം. താൻ അറിഞ്ഞ യേശുവിനെ തൻ്റെ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ 2 ശിഷ്യന്മാർക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് 2 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു എന്ന് തുടർന്ന് വായിക്കുന്നത്. ഈ വലിയ ദൗത്യം ഇന്ന് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിനെ അറിയാത്ത അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. യേശുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരായി ഭാവിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നാം അറിഞ്ഞ യേശുവിൽ നിന്ന് നാം അനുഭവിക്കുന്ന സന്തോഷത്തെ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നതിനാൽ പകലുള്ളിടത്തോളം കർത്താവിന് വേണ്ടി നമുക്ക് വേല ചെയ്യാം. യോഹന്നാൻ 9:4. യോഹന്നാൻ യേശുവിനെ പങ്കുവയ്ക്കുവാനുള്ള കാരണം യേശു ആരാകുന്നു എന്നുള്ള അറിവ് തനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുമ്പോൾ ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വരുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന അറിവ് യോഹന്നാന് ലഭിച്ചിരുന്നതിനാൽ താൻ സ്നാനം കഴിപ്പിച്ച യേശു ദൈവപുത്രൻ എന്ന് യോഹന്നാൻ അറിഞ്ഞു. യോഹന്നാൻ 1:32-34 വരെ. അങ്ങനെ താൻ കാണുകയും അറിയുകയും ചെയ്ത യേശുവിനെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പങ്കുവെക്കണമെങ്കിൽ യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവമാക്കണം. പ്രത്യേക സാഹചര്യങ്ങളിൽ അത്ഭുതകരമായി വിടുതൽ ലഭിച്ചവർ വിടുതലിൻ്റെ അനുഭവത്തെ പങ്കുവയ്ക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ക്രിസ്തുവിൽ കൂടി തനിക്ക് ലഭിച്ച വിടുതലിനെ പങ്കുവയ്ക്കുന്ന മാർത്തോമ സഭയിലെ PK സക്കറിയ അച്ഛൻ്റെ സാക്ഷ്യം നമ്മിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കയിൽ വെച്ചുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി അച്ഛൻ രക്ഷപ്പെട്ടു. വീൽ ചെയറിലാണ് അച്ഛൻ്റെ എല്ലാ യാത്രയും. ഈ സാഹചര്യത്തിലും താൻ അറിഞ്ഞ് അനുഭവിക്കുന്ന അത്ഭുതകരമായി തന്നെ വിടുവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിനായി അച്ഛൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നു. സ്വന്തം രക്ഷയേക്കാൾ അന്യൻ്റെ രക്ഷയ്ക്കും നന്മയ്ക്കും മുൻഗണന നൽകുവാൻ ഒരുക്കമുള്ളവർക്ക് മാത്രമേ പങ്കുവയ്ക്കുവാൻ കഴിയൂ. എല്ലാം നേടുന്നതിലൂടെ മഹത്വം വെട്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിന് ഒരു ബദൽ മാതൃകയാണ് യോഹന്നാനിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ നേതാവ് സ്വന്തം ഗുണത്തെക്കാളും നിലനിൽപ്പിനേക്കാളും അണികളെ സത്യത്തിലേക്ക് നയിക്കുന്നവരാകണം. നാം അറിഞ്ഞ സുവിശേഷം സഹോദരവർഗത്തിൻ്റെ രക്ഷയ്ക്കും നന്മയ്ക്കുമായി പങ്കുവയ്ക്കുന്നവരാകണം. യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല യേശുവിനെ അറിയുന്ന നമുക്ക് ഉണ്ട്. ഈ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആർക്കും സാധ്യമല്ല. നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ്. കാവൽക്കാരൻ്റെ ചുമതല യെഹെസ്കേൽ 3:18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ദുഷ്ടൻ്റെ ദുഷ്ടതയെക്കുറിച്ച് ഓർപ്പിക്കാതിരുന്നതിൻ്റെ ഫലമായി
ദുഷ്ടൻ മരിക്കുന്നുവെങ്കിൽ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കും. ദുഷ്ടതയെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടത വിട്ടുമാറാതെ മരിച്ചുവെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല. കാരണം നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. ദുഷ്ടതയെയും അകൃത്യത്തെയും ഓർപ്പിക്കുക എന്നത് നമ്മളുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാത്തതിൻ്റെ ഫലമായി ദുഷ്ടൻ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്ന ഇവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ദൗത്യം നിർവഹിച്ച് നമ്മുടെ പ്രാണനെ നമുക്ക് രക്ഷിക്കാം. നാം ദേശത്തിൻ്റെ കാവൽക്കാരായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മറക്കരുത്. അറിഞ്ഞതും അനുഭവിച്ചതുമായ യേശുവിനെ പട്ടണത്തിൽ ചെന്ന് സാക്ഷിക്കുന്ന ശമര്യ സ്ത്രീയെക്കുറിച്ച് യോഹന്നാൻ 4:28 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ശമര്യ സ്ത്രീ പറയുന്നത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, ഒരുപക്ഷേ അവൻ ക്രിസ്തുവായിരിക്കും. ഈ സ്ത്രീയുടെ സാക്ഷ്യം ശമര്യ പട്ടണത്തിൽ അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. ശമര്യക്കാർ പിന്നീട് പറഞ്ഞു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 4:42. യേശുവിനെ അറിഞ്ഞ ശമര്യ സ്ത്രീ പട്ടണത്തിലുള്ളവരെ യേശുവിലേക്ക് അടുപ്പിച്ചു. യേശുവിനെ അറിയുന്നവർ യേശുവിനെ കാണിച്ചു കൊടുക്കണം. നാം ഉൾക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തയ്യാറാകണം. എന്തുകൊണ്ടെന്നാൽ നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ്. കർത്താവെ, ദേശത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും കാവൽക്കാരായി എന്നെ എടുത്തുപയോഗിക്കണമേ. ആമേൻ. സന്ദേശം പാവനിവാരണ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം